നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? കുഞ്ഞുമോൻ. ഇപ്പോ മുനമ്പത്തെ 1-ാം വാർഡിലെ BJP-യുടെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ്. രാജ്യം മുഴുവൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട മുനമ്പം വിഷയം നടന്ന വാർഡിൽ BJP ഒരു സ്വാധീനം ഉണ്ടാക്കിയതിനു ശേഷം ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിലൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ചേട്ടന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഇത് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് 100% വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മള് വിശ്വാസം അർപ്പിച്ചിരുന്ന വെച്ചാൽ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നമ്മളോട് ചെയ്തത് ഇപ്പൊ നമ്മ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നമുക്ക് ഇത്രയും ഒരു 3-4 കൊല്ലമായിട്ട് ഈ വിഷയം നടന്നിട്ട് ഇവരെന്താണെന്ന് നമ്മളോട് ചോദിക്കുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്ത ഈ സമരങ്ങൾ മുഴുവൻ പൊളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുന്ന ഈ പാർട്ടിനെ ഇനി ഇവിടെ നമുക്ക് ഇവിടെ ആവശ്യമില്ലെന്നുള്ളത് ജനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെയുമല്ല, ഈ ഇത്രയും നല്ലൊരു വിധി ഇവിടെ നമുക്ക് ഹൈക്കോടതിയിൽ ഈ വിധി വന്നിട്ട് ഈ ഭൂമി വഖഫല്ല എന്ന് കണ്ടെത്തിയിട്ട് പോലും ആ വിധി പോലും നടപ്പാക്കാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പൊ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ നമുക്ക് ചെയ്തു തരുമോ എന്നുള്ളത്. കാരണം വഖഫ് ബില്ല് ഇവിടെ പാസ്സാക്കിയപ്പോൾ കിരൺ റിജിജു ഇവിടെ വന്ന് നമുക്ക് വാഗ്ദാനങ്ങളെല്ലാം തന്നുകൊണ്ട് പോയേക്കുന്നത്. ഇപ്പൊ ഈ ചട്ടങ്ങൾ രൂപീകരിക്കുന്നുള്ള ഒരു താമസം മാത്രമേ ഇപ്പൊ ഇത് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ചട്ടങ്ങൾ രൂപീകരിച്ച് വന്നാൽ തന്നെ ഉടനടി നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഈ ജനതക്കും ഉറപ്പാണ്. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത്. അത് പൂർണ്ണമായും എൻ്റെ കൂടെ ജനങ്ങളുണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ട്. പിന്നെ സർവേശ്വരനും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നിലവിൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്ന വിഷയം പറഞ്ഞല്ലോ. അതിപ്പോ LDF-ഉം മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ അപ്പീൽ പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണല്ലോ. ഇതെല്ലാമാണ് ഇതിനൊരു തടസ്സം. യഥാർത്ഥത്തിൽ മുനമ്പം ജനതയെ പറ്റിക്കുന്ന നിലപാടാണോ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും കാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പറ്റിക്കുന്ന ഇടപാടല്ലേ ചെയ്യുന്നോണ്ടിരിക്കുന്നത്. സതീശൻ വന്ന് പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ വിഷയം പാണക്കാട് എത്തിയപ്പോൾ സതീശനെ അറിയാൻ പറ്റില്ല. പിന്നെ അതേ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയണ ഒരു MP ഇവിടെ വന്നു പറഞ്ഞ് ഇത് അമെൻമെന്റ് ബില്ല് വരുമ്പോൾ ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന് പറഞ്ഞ് ആ ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ എതിർക്കണതും കണ്ടത്. അപ്പൊ ഇനി ഇവരെയൊക്കെ ഇനി എന്ത് പ്രതീക്ഷയിലാണ് നമ്മ ഇനി കൊണ്ടുനടക്കണത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇവരുടെയൊക്കെ പ്രതീക്ഷ കഴിഞ്ഞ് നമ്മുടെ സംഭവത്തിൽ. അപ്പൊ ഇനി ഉള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഇതാണ്. ഇപ്പൊ ഏകദേശം 90% മുകളിലും ക്രൈസ്തവരുള്ള ഒരു വാർഡാണല്ലോ. ചേട്ടനും ഒരു ക്രൈസ്തവനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള ഒരു പ്രചരണം ഘട്ടങ്ങളിലെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലും ബുദ്ധിയിലേക്കും പകർന്നു നൽകാനായിട്ട് UDF LDF നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഏത് തരത്തിലാണ് BJP-യുടെ നിലപാട്, BJP-യുടെ നേതാക്കന്മാരുടെ നിലപാട് എങ്ങനെയാണ്? തെറ്റിദ്ധാരണകളായിരുന്നു ആദ്യം നിങ്ങൾക്കുണ്ടായിരുന്നത്? അത് 100% സത്യമുള്ള സംഭവമല്ല. കാരണം ഈ LDF UDF കൂടെ എന്ന് പറഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ആദ്യം തന്നെ മുസ്ലിങ്ങൾ പറഞ്ഞുവിടും, പിന്നെ രണ്ടാമത് ക്രിസ്ത്യാനികൾ പറഞ്ഞുവിടും എന്നും പറഞ്ഞാണ് ഇവരുടെ പ്രചരണങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ഭരണത്തിലൊന്ന് 15-ാമത്തെ കൊല്ലമായിട്ടും ഇവിടെ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമിനോ ഒന്നും ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ തന്നെ നമുക്കുള്ള കാര്യങ്ങൾ അറിയാലോ. ഇപ്പൊ ഗോവ സംസ്ഥാനം 60% ക്രിസ്ത്യൻസ് ആണ്. അവിടെ ഭരിക്കുന്നത് BJP ആണ്. ഇപ്പൊ ഇന്നലെ ഹരിയാനയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടന്നേക്കണതിൽ, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കണതിൽ ഈ 60% ഈ മുസ്ലിം വോട്ടുള്ള സ്ഥലത്ത് അവിടെ BJP ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ജനങ്ങളെല്ലാവരുടെയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വികസിതമായിട്ട് കാര്യങ്ങൾ പോകണമെങ്കിൽ BJP ഇല്ലാതെ ഇനി രാജ്യത്ത് പറ്റൂല എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഞങ്ങളുടെ ഈ പ്രദേശത്തും അറിയാം. കാരണം ഈ പാർട്ടിയെ ഇനി നമ്മളെ ജനങ്ങളെ രക്ഷിക്കാനായിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമാണെന്നുള്ളത് ഈ ജനങ്ങൾക്ക് അറിയാം. കാരണം നമ്മുടെ ഇരിക്കണ ആ മൊബൈലിൽ നോക്കിയാൽ മതി ഈ ചെയ്ത് കൂട്ടണ ഈ വരി ഇത് കൂട്ടണ ഈ കള്ളത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ LDF UDF ഇവിടെ വന്ന് ചെയ്തേക്കണ പോലത്തെ കൊള്ളാത്തരം ഈ ലോകത്ത് ആരോടും ചെയ്തിട്ടുണ്ടാവില്ല ഇവര്. കാരണം അത്രയും കൊള്ളാത്തരമാണ്. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയ ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടും മാറ്റി പറയലും ഇതൊക്കെ ഉള്ളത്. BJP ആണ് നമ്മളുടെ ആദ്യം തുടങ്ങിയ സ്റ്റാൻഡാണ് എടുത്തേക്കുന്നത്. ആ സ്റ്റാൻഡ് തന്നെ ഇപ്പോഴും അവരെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ജനങ്ങളെ രക്ഷിക്കാന്നുള്ളത് ചട്ടം രൂപീകരിച്ച് വന്ന് അത് നിയമമായി കഴിഞ്ഞാൽ ഓൾറെഡി ഇത് വഖഫല്ല എന്നിപ്പോ ഭൂമി നമ്മുടെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സെക്ഷൻ പ്രകാരം ഈ ഭൂമിയെ എപ്പോൾ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ അത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ളത് 100% ഉറപ്പുണ്ട്. ഇപ്പോ ചേട്ടൻ ഈ BJP-യുടെ സ്ഥാനാർത്ഥി ആയതിനു ശേഷം പ്രത്യേകിച്ച് കാര്യം പറഞ്ഞാൽ BJP-ക്ക് ആദ്യമായിട്ടൊരു സ്ഥാനാർത്ഥിയാണ് ഈ വാർഡിൽ ഉണ്ടാകുന്നത്. BJP-ക്ക് ഒരു വോട്ട് പോലും ഇല്ലാത്തൊരു വാർഡ് കൂടിയായിരുന്നു. അപ്പോ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് പ്രത്യേകിച്ച് ക്രൈസ്തവ വീടുകളാണല്ലോ ഭൂരിപക്ഷം, എങ്ങനെയാണ് പ്രതികരണം? ചേട്ടനോടുള്ള ഒരു നിലപാടുകളൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു കൊടി പോലും വെക്കാൻ ഞങ്ങൾ സമ്മതിക്കാഞ്ഞിരുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു തെറ്റിദ്ധാരണ പോലും. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിനോട് ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം പോകുന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞുണ്ടാക്കിയത്. പക്ഷെ ഇവിടെ നമ്മുടെ സമരത്തിനെ സഹായിക്കാൻ വന്നപ്പോഴാണ്
യഥാർത്ഥത്തിലുള്ള ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായി കഴിഞ്ഞ്. കാരണം ആരാണ് ഇവിടെ ഉണ്ടായെന്നുള്ളതും ആരൊക്കെയാണ് നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയതെന്നുള്ളതും ഇവിടുത്തെ ജനങ്ങൾ മൊത്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇവിടെ 600 ചില്ലാൻ കുടുംബമുണ്ട്. ഇത് ഒരു പള്ളിപ്പുറം പഞ്ചായത്താണ്. ഈ ഇവിടെ ഒരു ഈ പഞ്ചായത്ത് ഉണ്ട്. അവിടെ ഒരു പ്രസിഡന്റ് രമണീയൻ ജയൻ എന്നൊരു പ്രസിഡന്റ് ഉണ്ട്. ഈ 650 കുടുംബങ്ങൾ ഇവിടെ ഇത്രയും പ്രശ്നത്തിൽ കിടന്നിട്ട് ഈ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 400 ദിവസം, ഇന്നത്തേക്ക് 400 ദിവസമായി. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് UDF ആയിക്കോ LDF ആയിക്കോ BJP ക്കോ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ആ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പ്രസിഡന്റാണ്, ജനങ്ങളുടെ പ്രസിഡന്റാണ്, അല്ലാണ്ട് പാർട്ടി പ്രസിഡന്റ് അല്ല. ആ ഒരു വിവരം അത് അവർക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഈ ഒരു ജനങ്ങളുടെ ഒരു പ്രസിഡന്റ് ആണെങ്കിൽ ഈ 600 ജില്ലാ കുടുംബങ്ങളിൽ വന്നിട്ട് അവർക്ക് ചോദിക്കല്ല, എന്താണ് നിങ്ങളുടെ വിഷയം, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, അല്ല നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ഒന്ന് ചോദിക്കുക. ഇവര് ഈ പറഞ്ഞ പാർട്ടി പ്രസിഡന്റായിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ജനങ്ങളിവിടെ കാണുന്നുണ്ട്. ഇവരെന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളതും BJP ഞങ്ങളുടെ എങ്ങനെയാണ് ചെയ്യണമെന്നും ഇവർ ചെയ്യണത് എങ്ങനെയൊക്കെ എന്നുള്ളത് ഇവിടെ ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പൊ അതനുസരിച്ചുള്ള ഒരു വോട്ടിങ് ഇവിടെ നടക്കും. ഇപ്പൊ ചേട്ടൻ ഇതിനു മുന്നേ പ്രവർത്തിച്ചിരുന്ന ഏത് പാർട്ടിയിലാണ്? കോൺഗ്രസില്. ഇപ്പൊ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്റെ സാഹചര്യങ്ങൾ? എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടായ താല്പര്യം എങ്ങനെയായിരുന്നു? പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് ഒന്നല്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF, വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. BJP നമ്മുടെ കൊണ്ടുതന്നില്ല. അപ്പൊ പിന്നെ ഇവർക്ക് അങ്ങനെ ഒരു ഉറപ്പാണ്, ഒന്നില്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ ഭരിച്ചോളൂ എന്നുള്ളത് ഉറപ്പ്. അപ്പൊ പിന്നെ ഇവരുടെ കൊണ്ടാത്തരങ്ങൾ മുഴുവൻ നമ്മൾ സഹിക്കുകയാണ് വരുന്നുണ്ട്. വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. കാരണം BJP ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, വേറൊരു പാർട്ടിയും കൊണ്ടുവരുന്നില്ല. അപ്പൊ പിന്നെ ഇവരുടെ കൊണ്ടാത്തരം ഇപ്പൊ ഇപ്പോഴും ഇവരുടെ വിചാരം തന്നെയാണ്, എന്ത് കൊണ്ടാത്തരോട് കാണിച്ചാലും ഞങ്ങളുടെ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ ജയിച്ചോളൂ എന്നുള്ള ഒരു വിശ്വാസം ഇവർക്കുണ്ട്. അതിനൊരു തിരിച്ചടി എന്ന് പറഞ്ഞോളൂ ഞങ്ങൾ ഇത് ഈ പ്രാവശ്യം ജനങ്ങൾ കൂടെ നിന്ന് നമ്മ BJP എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഈ പരിശ്രമം. ഇപ്പോ ഈ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ളൊരു വാർഡിലാണെങ്കിലും നിരവധി ആളുകൾ BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് BJP അംഗത്വം സ്വീകരിച്ച ആളുകൾ വന്നത്. അത് BJP സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് നൽകുന്ന ഒരു അവസ്ഥ. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ ഇനി വരാനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ മുൻപന്തിയിൽ നിൽക്കാനുള്ള സാധ്യത ഉണ്ടോ? പിന്നെ അത് ഇപ്പോഴും ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു 5, 10, 15 പേരോളം അന്ന് അംഗത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നും ഇപ്പൊ എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് അംഗത്വം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ താങ്കൾക്ക് മനസ്സിലാവും, താങ്കളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കൂടെ തന്നെയാണെങ്കിൽ എത്ര പേര് ഇതിലേക്ക് കടന്നു വരുന്നുണ്ടെന്നുള്ളത് യഥാർത്ഥമായ ഒരു ചിത്രം താങ്കൾക്ക് ഞാൻ വ്യക്തമാക്കി തരും. ഇതെല്ലാം വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? പിന്നെ വോട്ടായി മാറുന്ന പറഞ്ഞാൽ ഈ മറ്റുള്ള പാർട്ടികളിൽ നിന്നിട്ട് സാക്കി കേട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് വേറെ പോകാൻ വേറെ മാർഗമില്ല. ഇനി ഈ ഒരു പാർട്ടിയാണ് നമുക്കുള്ള ഏകാല ഈ രക്ഷിക്കാനുള്ള എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അവരെ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. കാരണം ഇനി നമ്മുടെ ഭൂമിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് BJP സർക്കാരിനെ കൊണ്ട് മാത്രമാണ്. ഒരു സംശയമില്ല, അതിലൊരു സംശയമില്ല. കണ്ടൂടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടൂടെ. ഇപ്പോഴും നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ അമെന്റ്മെന്റ് റെഡിയാക്കിയത്. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര പേരുടെ ഇതുണ്ടായിരുന്നു. നമ്മുടെ സുരേഷ് ഗോപി മാത്രമാണ് ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടതിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ബാക്കി 19 പേരും ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇനി ഉള്ള ഞങ്ങളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ BJP സർക്കാരാണ്. എല്ലാവിധ വിജയാശംസകളും കുഞ്ഞുമോൻ ചേട്ടാ. ഓക്കെ, താങ്ക് യു.